2025 ദുബായ് റെക്കോർഡ് സഖ്യത്തോതിലുള്ള അതായത് 19.59 മില്യൺ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയാണ് സ്വാഗതം ചെയ്തത്. അവരിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നത് ഒരൊറ്റ കാര്യം മാത്രം തേടിയാണ്: അറേബ്യൻ മരുഭൂമിയുടെ വന്യത. എന്നാൽ കത്തുന്ന മണൽത്തരികൾക്കിടയിൽ വിചിത്രമായ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ മണലിലേക്ക് തങ്ങളുടെ ആദ്യത്തെ ചുവടുപോലും വെക്കാൻ ധൈര്യപ്പെടുന്നതിന് മുൻപ് തന്നെ വില കൂടിയ ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾക്ക് അതിന്റെ എയർ കണ്ടീഷനിംഗ് പമ്പ് പൂർണ്ണശേഷിയിൽ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നു. കഠിനമായ പ്രകൃതിയെ കീഴടക്കാനാണ് നിങ്ങൾ പണം നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഏത് പ്രകൃതിയാണോ നിങ്ങൾക്ക് വിൽക്കപ്പെടുന്നത്, ആ പ്രകൃതിയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വളരെ വലിയ ചിലവിൽ രൂപകൽപ്പന ചെയ്ത തികച്ചും വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ കാൽവെക്കുന്നത്. ഈ വീഡിയോയിലെ എല്ലാ വിശകലനങ്ങളും ടൂറിസം ഡാറ്റ, കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, ഔദ്യോഗിക ദുബായ് അതോറിറ്റികളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവ ഗവേഷണം ചെയ്തും സമാഹരിച്ചുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ആവശ്യമുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക. അതുവഴി ഞങ്ങൾക്ക് അവ ഉടനടി പുതുക്കാനും തിരുത്താനും സാധിക്കും. ഇനി നമുക്ക് ഈ വിചിത്രമായ വൈരുദ്ധ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ദുബായ് മരുഭൂമിയെ ഒരിക്കലും കൈവിടരുതാത്ത ഒരു യഥാർത്ഥ അനുഭവമായിട്ടാണ് വിൽക്കുന്നത്. എന്നാൽ ആ അനുഭവം നിലനിൽക്കണമെങ്കിൽ മൊത്തം ടൂറിസം വ്യവസായവും ആ മരുഭൂമിയെ തന്നെ ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. ആകർഷകമായ പ്രൊമോഷണൽ വീഡിയോകളിൽ ഡെസേർട്ട് സഫാരികൾ എപ്പോഴും സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സാഹസിക യാത്രയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ചുവന്നു തുടുത്ത സൂര്യാസ്തമയത്തിന് കീഴിൽ പൊടിപടലങ്ങൾ ഉയർത്തിപ്പായിക്കുന്ന ടയറുകൾ, സ്വർണ്ണമണൽ കുന്നുകളുടെ അനന്തമായ നീളം, ബെദൂവിൻ കൂടാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന സംഗീതം, പ്രകൃതിയെ പൂർണ്ണമായി ആസ്വദിക്കുന്ന മനുഷ്യർ. ടൂറിസം വ്യവസായം നിങ്ങൾക്ക് വന്യതയുടെ ഒരു മികച്ച സ്വപ്നമാണ് വിറ്റുതന്നിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെയല്ല. അത് തുടങ്ങുന്നത് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിന്റെ ശബ്ദത്തോടെയും തണുപ്പിച്ച വാട്ടർ ബോട്ടിലുകളോടെയാണ്. കൂടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കാനും വെയിലിൽ കൂടുതൽ സമയം നിൽക്കരുതെന്ന് ഗൈഡ് നൽകുന്ന കർശനമായ ഓർമ്മപ്പെടുത്തലുകളോടെയും. പ്രകൃതിയുടെ വിശാലതയിലേക്ക് എറിയപ്പെടുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വാഹനത്തിൽ കയറുന്നത്. നിങ്ങൾ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ആ മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താൻ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ഒരു കൃത്രിമ സുരക്ഷാ കോട്ടയ്ക്കുള്ളിലേക്കാണ്, പ്രൊട്ടക്റ്റീവ് കോക്കോൺ, നിങ്ങൾ പ്രവേശിക്കുന്നത്. വിരോധാഭാസമെന്ന് പറയട്ടെ, മരുഭൂമി എന്നത് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന വിലപ്പെട്ട ഒരു ഉൽപ്പന്നവുമാണ്. അതേസമയം ടൂർ ഓപ്പറേറ്റർമാർ വളരെ ശ്രദ്ധയോടെ നിയന്ത്രിക്കേണ്ട ഏറ്റവും വലിയ അപകട സാധ്യതയുമാണ്. താപനിലയും ഈർപ്പവും മുതൽ സൂര്യന്റെ അമിതമായ വെളിച്ചം വരെയെല്ലാം അടഞ്ഞ ഒരു ഷെഡ്യൂളിനുള്ളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ പേരിലുള്ള ഒരു അനുഭവത്തിന് നിലനിൽക്കാൻ ഇത്രയധികം കൃത്രിമ സുരക്ഷാ പാളികൾ ആവശ്യമാണെങ്കിൽ അത് ഇപ്പോഴും ഒരു യഥാർത്ഥ മരുഭൂമി സാഹസികതയാണോ? അതോ ഉപയോഗിക്കാൻ പാകത്തിൽ കൃത്യമായി പാക്ക് ചെയ്യപ്പെട്ട വെറുമൊരു വ്യവസായ ഉൽപ്പന്നമായി അത് മാറിയോ? കണ്ണാടി കൊട്ടാരങ്ങൾ പോലുള്ള ആകാശചുംബികളായ കെട്ടിടങ്ങളിലൂടെയും കൂറ്റൻ വിമാനത്താവളത്തിലൂടെയും ആഡംബര മാളുകളിലൂടെയുമാണ് ലോകം ദുബായെ അറിയുന്നത്. ആ ചിത്രത്തിനുള്ളിൽ ഡെസേർട്ട് സഫാരി ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ബുർജ് ഖലീഫ ഉയരുന്നതിന് മുൻപുള്ള, അത് ആഡംബരത്തിന്റെ പ്രതീകമാകുന്നതിന് മുൻപുള്ള ഒരു യഥാർത്ഥ ദുബായെ സ്പർശിച്ച അനുഭവമാണ് അത് സന്ദർശകർക്ക് വിൽക്കുന്നത്. എന്നാൽ സന്ദർശകർ യഥാർത്ഥത്തിൽ വാങ്ങുന്നത് വന്യതയെയല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു അനുഭവവും മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത ഒരു തിരക്കഥയുമാണ്. ഒരു വാഹനം നിങ്ങളുടെ ഹോട്ടൽ ലോബിയിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു, നഗരപ്രാന്തത്തിലേക്ക് ഓടിക്കുന്നു, സൂര്യാസ്തമയ ചിത്രങ്ങൾക്കായി കൃത്യമായി കണക്കുകൂട്ടിയ മണൽക്കുന്നുകളുടെ ചരിവിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. തുടർന്ന് നിങ്ങളെ നേരെ ബുഫേയും വിനോദ പരിപാടികളുമുള്ള ഒരു ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. ദുബായിലെ ടൂറിസം വ്യവസായം ഒരു വ്യാജ മരുഭൂമി ഉണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ യഥാർത്ഥ മരുഭൂമിയെ ഒരു ഭീമൻ സ്റ്റേജാക്കി മാറ്റിത്തീർക്കുകയാണ് ചെയ്തത്. ലൈറ്റുകൾ അണയുമ്പോൾ നിങ്ങളെ തിരികെ നഗരത്തിലേക്ക് കൊണ്ടുപോകാനായി വലിയൊരു 4x4 വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഈ യാത്രയിലുടനീളം യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായി എന്താണ് അവശേഷിച്ചിരുന്നത്? സുരക്ഷിതവും അതേസമയം ആകർഷകവുമാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് വളരെ തന്ത്രപൂർവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തത്? എന്നിട്ടും ഓരോ വർഷവും
ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് വളരെ എളുപ്പത്തിൽ വിപണനം ചെയ്യപ്പെടുന്നു. ദുബായിലെ വേനൽക്കാലം എന്നത് വെറുമൊരു സാധാരണ ചൂട് മാത്രമല്ല. കാലാവസ്ഥാ വ്യതിയാന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ് തുടങ്ങിയ കടുത്ത മാസങ്ങളിൽ ഇവിടുത്തെ ശരാശരി പരമാവധി താപനില നിരന്തരം 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണെന്നാണ്. ഡെസേർട്ട് സഫാരി പോലെയുള്ള ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ സംഖ്യ ഒരു ചെറിയ കാര്യമല്ല. അത് ഈ മുഴുവൻ ബിസിനസ് പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഒരു ജീവൻ മരണ ഘടകമാണ്. ഈ കടുത്ത ചൂടാണ് വിനോദസഞ്ചാരികൾ എത്തുന്ന സമയം, വാഹനങ്ങൾ നിർത്തുന്ന സമയം, കരുതേണ്ട ജലശേഖരം, മണലിൽ നിങ്ങൾക്ക് നിൽക്കാൻ അനുവാദമുള്ള മിനിറ്റുകളുടെ എണ്ണം എന്നിവയൊക്കെ നിശ്ചയിക്കുന്നത്. കൂടാതെ ആരെങ്കിലും അമിതമായ ചൂട് കാരണമോ നിർജ്ജലീകരണം മൂലമോ തളർന്നു വീണാൽ ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഇതേ ചൂടാണ്. വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന കടുത്ത ചൂട് നിങ്ങളുടെ മുഖത്തൊരു അടി പോലെ വന്ന് പതിക്കുമ്പോൾ മരുഭൂമിയെ ഫോട്ടോകൾ എടുക്കാനുള്ള വെറുമൊരു മനോഹരമായ പശ്ചാത്തലമായി കാണാൻ നിങ്ങൾക്ക് പിന്നീട് കഴിയില്ല. അതിജീവനത്തിനായുള്ള കഠിനവും ക്ഷമിക്കാത്തതുമായ ഒരു അവസ്ഥയായി നിങ്ങൾ അതിനെ അനുഭവിക്കാൻ തുടങ്ങും. ഒരു ടൂർ എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്നും യാത്രയുടെ ഓരോ മിനിറ്റും എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം താപനിലയ്ക്കുണ്ടെങ്കിൽ ഈ വ്യവസായത്തിലെ ഏറ്റവും വലിയ അപകട സാധ്യത യഥാർത്ഥത്തിൽ എവിടെയാണ് കിടക്കുന്നത്? അത് ടൂറിസം വിപണിയിലെ അസ്ഥിരതയിലാണോ? അതോ വിനോദസഞ്ചാരികളുടെ കാലടിക്ക് താഴെ കത്തിയെരിയുന്ന ആ മണൽത്തരികളിൽ നേരിട്ടാണോ? മിനുസപ്പെടുത്തിയ പരസ്യചിത്രങ്ങളിൽ സൂര്യാസ്തമയം എപ്പോഴും മരുഭൂമിയിലെ ഏറ്റവും റൊമാൻറ്റിക്കായ നിമിഷമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. മണൽക്കുന്നുകൾക്ക് പിന്നിലേക്ക് സൂര്യൻ താഴ്ന്നു പോകുമ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിഴലുകൾ വീഴുന്നു. വിനോദസഞ്ചാരികൾ പ്രകൃതിയുടെ വിശാലതയ്ക്ക് മുന്നിൽ തങ്ങൾ മാത്രമാണെന്ന രീതിയിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. എന്നാൽ നിങ്ങൾ ആ റൊമാൻറ്റിക് ലെൻസ് മാറ്റിവെച്ച് ഒരു പ്രായോഗിക വീക്ഷണത്തോടെ നോക്കുകയാണെങ്കിൽ ആ സായന്തന വെളിച്ചം വെറുമൊരു ഭംഗി മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു അതിജീവന തന്ത്രമാണ്. കത്തിയെരിയുന്ന മധ്യവേനൽ സൂര്യനെ ഒഴിവാക്കാൻ ഏറ്റവും സുരക്ഷിതവും യുക്തിസഹവുമായ ഒരേയൊരു സമയം അതാണ്. പകൽ സമയങ്ങളിൽ അന്തരീക്ഷം കഠിനമാകുമ്പോൾ ഈ ബിസിനസ്സിലെ മുഴുവൻ സപ്ലൈ ചെയിനും വൈകുന്നേരത്തെ കുറഞ്ഞ സമയത്തേക്ക് കേന്ദ്രീകരിക്കാൻ നിർബന്ധിതരാകുന്നു. ആ സമയത്താണ് വെളിച്ചം ഏറ്റവും മികച്ചതായിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് എല്ലാ ട്രാവൽ ഏജൻസികളും വളരെ ഇടുങ്ങിയ ഒരു സമയപരിധിക്കുള്ളിലേക്ക് ഒന്നിച്ച് ഇരച്ചുകയറുന്നതും. വിശാലമായ തുറസായ സ്ഥലത്തെ ആ സ്വാതന്ത്ര്യബോധം ചിലപ്പോഴൊക്കെ ഒരു മിഥ്യ മാത്രമാണ്. പിന്നിൽ കാത്തുനിൽക്കുന്ന ഡസൻ കണക്കിന് ബഹളമുണ്ടാക്കുന്ന വണ്ടികളെ വളരെ തന്ത്രപൂർവം വെട്ടിമാറ്റിയ ഫ്രെയിമുകൾക്കുള്ളിൽ മാത്രമാണ് ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ സൂര്യാസ്തമയം പ്രകൃതി ഭംഗിയുടെ ഒരു പ്രദർശനമാണോ? അതോ വിരോധാഭാസമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു കാഴ്ച മാത്രമാണോ? ടൂറിസം വ്യവസായം മരുഭൂമിയെ വിപണനം ചെയ്യാൻ പഠിക്കേണ്ടത് അത് ഏറ്റവും കുറവ് അപകടകരമായിരിക്കുന്ന ആ ചെറിയ നിമിഷങ്ങളിൽ മാത്രമാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ ഒരു ഡെസേർട്ട് സഫാരി വളരെ ലളിതമായി തോന്നാം. ഒരു 4 വീൽ ഡ്രൈവ് വാഹനം, കുറച്ചു മണൽക്കുന്നുകൾ, ഒരു പരമ്പരാഗത അത്താഴം, ഒപ്പം ചില വിനോദ പരിപാടികൾ. എന്നാൽ ആ ലളിതമായ ബാഹ്യരൂപത്തിന് താഴെ ഒളിച്ചിരിക്കുന്നത് വൻതോതിൽ പണം വിഴുങ്ങുന്ന ഒരു യന്ത്രമാണ്. തിളങ്ങുന്ന പരസ്യങ്ങളിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത അദൃശ്യമായ ചിലവുകളുടെ ഒരു വലിയ നിര തന്നെ ഇതിനു പിന്നിലുണ്ട്. കഠിനമായ മൺപാതകളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന SUV വണ്ടികളുടെ മൂല്യത്തകർച്ച വളരെ വലുതാണ്. ഇത് ഇന്ധനത്തിനായുള്ള വലിയൊരു ബഡ്ജറ്റിലേക്കും കൃത്യമായ ഇടവേളകളിലുള്ള ടയർ മാറ്റങ്ങളിലേക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാരുടെ ശമ്പളത്തിലേക്കും വലിയ തുകയുടെ ഇൻഷുറൻസിലേക്കും നയിക്കുന്നു. അതും കൊണ്ട് തീരുന്നില്ല. വിജനമായ ഒരിടത്ത് ഒരു ക്യാമ്പ് നിലനിർത്തണമെങ്കിൽ ജനറേറ്ററുകൾ തുടർച്ചയായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ശുദ്ധമായ വെള്ളം, ഐസ്, ആഹാരസാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, ശുചിത്വം, ഒരു സർവീസ് ടീം, ഒപ്പം അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം അവിടെ എത്തിക്കണം. കാലാവസ്ഥ കൂടുതൽ കഠിനമാകുമ്പോൾ മരുഭൂമിയെ ഒരു സുരക്ഷിത ഇടമാക്കി മാറ്റാൻ ആവശ്യമായ പണത്തിന്റെ അളവ് വീർത്തുവരികയേയുള്ളൂ. ടൂറിസ്റ്റുകൾ പലപ്പോഴും കുറഞ്ഞ വിലയും കുറച്ചു നല്ല റിവ്യൂകളും മാത്രം നോക്കിയാണ് ടൂറുകൾ ബുക്ക് ചെയ്യാൻ മുൻഗണന നൽകുന്നത്.
എന്നാൽ എല്ലാ ട്രാവൽ ഏജൻസികളും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കൃത്യമായി പണം നിക്ഷേപിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. പ്രകൃതിക്കെതിരെയുള്ള സുരക്ഷാ പാളികൾ നിലനിർത്താനുള്ള ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിപണി വീണ്ടും വില കുറഞ്ഞ യാത്രകൾക്കായി മാത്രം കൊതിച്ചാൽ ഈ നഷ്ടത്തിന്റെ ആഘാതം ഒടുവിൽ ആരാണ് താങ്ങേണ്ടി വരിക? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഡെസേർട്ട് സഫാരികൾ പലപ്പോഴും ഒരേപോലെയുള്ള ചിത്രങ്ങളിലൂടെയാണ് പ്രദർശിപ്പിക്കപ്പെടാറുള്ളത്. ഒരേ 4-വീൽ ഡ്രൈവ് SUV വാഹനം, മണൽക്കുന്നുകളിൽ നിഴൽ വീഴ്ത്തുന്ന സൂര്യാസ്തമയം, കുറച്ച് ഒട്ടകങ്ങൾ, ഒപ്പം ഒരു പാർട്ടിയുടെ മങ്ങിയ വെളിച്ചം. ഉൽപ്പന്നങ്ങൾ ഒരേ രീതിയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെടുമ്പോൾ യാത്രക്കാർ സ്വാഭാവികമായും തങ്ങളുടെ ചോയ്സ് തീരുമാനിക്കുന്നത് 2 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്: ഏറ്റവും കുറഞ്ഞ വിലയും 5 സ്റ്റാർ റിവ്യൂകളും. ഈ യാഥാർത്ഥ്യം ടൂർ കമ്പനികൾക്ക് മേൽ ഒരു ജീവൻ മരണ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സെർച്ച് റിസൾട്ടുകളിൽ അൽഗോരിതങ്ങൾ കാരണം താഴേക്ക് തള്ളപ്പെടാതിരിക്കാൻ വളരെ കുറഞ്ഞ വിലയിൽ കാഴ്ചയ്ക്ക് മനോഹരമായ എല്ലാ പരിപാടികളും അടങ്ങിയ ഒരു അനുഭവം നൽകാൻ അവർ നിർബന്ധിതരാകുന്നു. ഇവിടെയാണ് ബിസിനസ് നടത്തിപ്പിലെ പ്രതിസന്ധി പ്രകടമാകുന്നത്. കഠിനമായ കാലാവസ്ഥ സുരക്ഷാ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും വിപണി ലാഭവിഹിതം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. ഇതിന്റെ ആകത്തുക എന്നത് ആളുകൾ കുത്തിനിറച്ച വാഹനങ്ങൾ, തിടുക്കം കൂട്ടിയുള്ള ഷെഡ്യൂളുകൾ, ഇടുങ്ങിയ ക്യാമ്പുകൾ, ഒപ്പം മണലിൽ ചിലവഴിക്കാൻ ലഭിക്കുന്ന യഥാർത്ഥ സമയം ക്രൂരമായി വെട്ടിച്ചുരുക്കൽ എന്നിവയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഈ സഫാരി മോഡൽ സാധാരണ വിപണിയിലെ ഒരു പൊതു ഉൽപ്പന്നമായി നിലനിൽക്കുമോ? അതോ ഒരു ആഡംബര പദവിയായി മാറാൻ ഇത് നിർബന്ധിതമാകുമോ? അതായത് പ്രകൃതിയിൽ നിന്നുള്ള സുരക്ഷ വാങ്ങാൻ കൂടുതൽ പണം നൽകാൻ തയ്യാറുള്ളവർക്ക് മാത്രം പ്രാപ്യമായ ഒന്നായി ഇത് മാറുമോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കർശനമായ ഒരു നിയമവ്യവസ്ഥയുണ്ട്. വേനൽക്കാലത്ത് ഉച്ചസമയത്ത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന എല്ലാത്തരം ഔട്ട്ഡോർ ജോലികളും പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു. ഈ നിയമം ഒരു കടുത്ത യാഥാർത്ഥ്യത്തെയാണ് തുറന്നുകാട്ടുന്നത്. ഇവിടുത്തെ കടുത്ത ചൂട് എന്നത് വിനോദസഞ്ചാരികളുടെ താൽക്കാലികമായ ഒരു അസ്വസ്ഥത മാത്രമല്ല, മറിച്ച് അത് ജീവൻ മരണ നിയന്ത്രണം ആവശ്യമുള്ള ഒരു കഠിനമായ തൊഴിലന്തരീക്ഷം കൂടിയാണ്. ഒരു യാത്രയിൽ വിനോദസഞ്ചാരികൾ ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി ഏതാനും മിനിറ്റുകൾ മാത്രം മണലിൽ ഇറങ്ങുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ വാഹനത്തിന്റെ തണുപ്പുള്ള ഉള്ളിലേക്ക് പിൻവാങ്ങുകയും ചെയ്തേക്കാം. എന്നാൽ ആ തിളങ്ങുന്ന ലെൻസിന് പിന്നിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ലോകമുണ്ട്. വാഹനത്തിന്റെ അടിഭാഗം പരിശോധിക്കുന്ന ഡ്രൈവർ, കൂടാരം സജ്ജീകരിക്കുന്ന ജീവനക്കാർ, പാചകക്കാരൻ, ക്ലീനർ, അല്ലെങ്കിൽ ഒട്ടകങ്ങളെ നോക്കുന്നയാൾ, ഇവർക്കൊന്നും അങ്ങനെയൊരു രക്ഷപ്പെടലിനുള്ള അവകാശമില്ല. നമ്മൾ പലപ്പോഴും ആവേശത്തോടെ വിളിക്കുന്ന ഈ വന്യമായ സാഹസികത യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായി നിലനിൽക്കുന്നതാണോ? അതോ മരുഭൂമിയുടെ കഠിനതയെ നമുക്ക് താൽക്കാലികമായി നടന്നുപോകാൻ പാകത്തിൽ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഒരു സ്റ്റേജാക്കി മാറ്റാൻ വേണ്ടി എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യരുടെ വിയർപ്പിന്മേൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒന്നാണോ? നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഉപബോധ മനസ്സിൽ മരുഭൂമികൾ എന്നത് പലപ്പോഴും അനന്തമായ ശൂന്യമായ ഇടങ്ങളാണ്. ജീവൻ വളരെ കുറവുള്ള, മോട്ടോർ വാഹനങ്ങൾ വേഗത്തിൽ പായുന്ന, കാറ്റ് വന്ന് എല്ലാ അടയാളങ്ങളും പെട്ടെന്ന് മായ്ച്ചുകളയുന്ന ഒരു വരണ്ട ഭൂമി. എന്നാൽ ദുബായ് ഡെസേർട്ട് കൺസർവേഷൻ റിസർവ് സ്ഥാപിച്ചതോടെ തികച്ചും വിപരീതമായ ഒരു സത്യമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ഈ വിശാലമായ മണൽക്കാട് ജനവാസമില്ലാത്ത ഒന്നല്ല. അതിന്റെ വരണ്ട ബാഹ്യരൂപത്തിന് താഴെ വളരെ ദുർബലമായ ഒരു തദ്ദേശീയ ഇക്കോസിസ്റ്റം ഒളിച്ചിരിപ്പുണ്ട്. അതിന് തനതായ സസ്യലതാദികളും അപൂർവ വന്യജീവികളും കർശനമായ സംരക്ഷണം ആവശ്യമുള്ള ജൈവിക അതിരുകളുമുണ്ട്. അതിനാൽ മണൽക്കുന്നുകളിലെ അതിവേഗ അഭ്യാസ പ്രകടനങ്ങൾ എന്നത് വെറുമൊരു ആവേശം തരുന്ന വിനോദം മാത്രമല്ല. അത് റൂട്ട് മാനേജ്മെന്റ്, വാഹന നിയന്ത്രണം, പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എന്നിവയുടെ സങ്കീർണമായ ഒരു പ്രശ്നം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ടൂറിസം വ്യവസായം ഉപഭോക്താക്കളെ വഞ്ചിക്കുകയല്ല ചെയ്യുന്നത്. അവർ ഒരു വലിയ സംസ്കാരത്തെ ഏറ്റവും എളുപ്പത്തിൽ വിപണനം ചെയ്യാൻ കഴിയുന്ന ചിഹ്നങ്ങളാക്കി മാറ്റി പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ബിസിനസ് നടത്തിപ്പിനും കൃത്യസമയത്തുള്ള ഗതാഗതത്തിനും വേണ്ടി ഓരോ ചെറിയ കാര്യങ്ങളും സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെടണം. അതുകൊണ്ട് പൈതൃകത്തെ കച്ചവടത്തിന്റെ ഗിയറുകൾക്ക് അനുയോജ്യമായ രീതിയിൽ വെട്ടിമുറിക്കാൻ നിർബന്ധിതമാക്കുമ്പോൾ അതിന്റെ ഏത് ഭാഗമാണ് ജീവസ്സുറ്റ ഒരു ഓർമ്മയുടെ സ്പന്ദനമായി അവശേഷിക്കുന്നത്?
ഒപ്പം ഏതു ഭാഗമാണ് ക്യാമറ ലെൻസുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച വെറുമൊരു പ്രകടനമായി എന്നേക്കുമായി മാറിത്തീർന്നത്? ഡെസേർട്ട് സഫാരികൾ തകർന്നുപോയിട്ടില്ല. അവ ഇപ്പോഴും വലിയൊരു ആകർഷണമായി, ടൂറിസം സമ്പദ്വ്യവസ്ഥയിലെ തിളക്കമുള്ളതും ഒഴിവാക്കാനാവാത്തതുമായ ഒരു ഭാഗമായി തന്നെ തുടരുന്നു. എന്നാൽ ഈ പഴയ പ്രവർത്തന മാതൃക ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. കഠിനമായ കാലാവസ്ഥ, വർദ്ധിച്ചുവരുന്ന അദൃശ്യ ചിലവുകൾ, ജീവൻ മരണ പോരാട്ടമായുള്ള വിലയുദ്ധം, ഒപ്പം പ്രകൃതിയുടെ സഹിഷ്ണുതയുടെ അതിരുകൾ എന്നിവയെല്ലാം ചേർന്നുള്ള സമ്മർദ്ദം. വ്യവസായത്തിന്റെ നിലനിൽപ്പ് എന്നത് ഭാവിയിൽ കൂടുതൽ 10,000-കണക്കിന് വണ്ടികൾ മണലിലേക്ക് കുത്തിനിറയ്ക്കുന്നതിലല്ല കിടക്കുന്നത്. അതിജീവനത്തിനുള്ള വഴി ഇനി രാത്രികാല ടൂറുകൾ, നക്ഷത്ര നിരീക്ഷണം, ചെറിയ ഗ്രൂപ്പുകളായുള്ള യാത്രകൾ, ഒപ്പം പകൽ സമയത്തെ കടുത്ത വെയിലിൽ മനുഷ്യന്റെ ഊർജം കളയുന്നതിന് പകരം പ്രകൃതി സംരക്ഷണത്തിനും പൈതൃകത്തിന്റെ ആഴത്തിനും മുൻഗണന നൽകുന്നതിലേക്ക് മാറേണ്ടതുണ്ട്. നഗര ആസൂത്രകർക്ക് എയർ കണ്ടീഷൻ ചെയ്ത വലിയ ഷോപ്പിംഗ് മാളുകളോ, ഐസ്കട്ട പോലെയുള്ള ഹോട്ടലുകളോ, അല്ലെങ്കിൽ ഒരു ഭീമൻ ഇൻഡോർ സ്കീ സ്ലോപ്പ് പോലുമോ വളരെ എളുപ്പത്തുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അവർക്കൊരിക്കലും ഈ മരുഭൂമിക്ക് മുഴുവനായി ഒരു എയർ കണ്ടീഷണർ സ്ഥാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പരിസ്ഥിതി കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത് പ്രകൃതിയെയാണോ, അതോ മനുഷ്യവർഗം പ്രകൃതിയെ വിലമതിക്കാനും വിൽക്കാനും നിർബന്ധപൂർവം ശ്രമിക്കുന്ന ആ രീതിയെയാണോ? ഈ വിശകലനാത്മക വീക്ഷണങ്ങൾ നിങ്ങൾക്ക് മൂല്യവത്തായതായി തോന്നിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാനും മറക്കരുത്. അതുവഴി ഞങ്ങളുടെ അടുത്ത അന്വേഷണാത്മക യാത്രകൾ നിങ്ങൾക്ക് നഷ്ടമാക്കില്ല.